നമസ്കാരം. മുഖ്യമന്ത്രി സതീശന് ആശംസകൾ നേർന്നുകൊണ്ട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാർ ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് നോക്കുകയായിരുന്നു. ആ പോസ്റ്റ് വായിച്ച ശേഷം ചിലതൊക്കെ പറയാനുണ്ട്. അപ്പം ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എന്തായാലും ഈ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്, മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഇതുവരെ കേരള രാഷ്ട്രീയം കാണാത്ത ചില കാര്യങ്ങൾ, സന്തോഷകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് വി.എ. അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കാണാം. ഇന്ന് മെയ് 18 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ സവിശേഷതകളുള്ള ഒരു തീയതിയാണിത്. കൃത്യം 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 2006 മെയ് 18 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷി നിർത്തി വി.എസ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സാധാരണക്കാരന്റെ അവകാശങ്ങൾക്കും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള വലിയൊരു ജനമുന്നേറ്റത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അന്ന് ആ വേദിയിൽ മുഴങ്ങിയത്. 2 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇതേ മെയ് 18 ശ്രീ വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്. ചരിത്രത്തിലെ അതീവ കൗതുകകരവും അർത്ഥവത്തുമായ ഒരു യാദൃച്ഛികമായി തോന്നുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി എന്നത് കേവലം ഒരു പദവിയല്ല. ഇനി വി.ഡി. സതീശനെ ഉപദേശിക്കുകയാണ്. വലിയൊരു ജനതയുടെ പ്രതീക്ഷയുടെയും അവകാശങ്ങളുടെയും കാവൽപ്പുരയാണ്. വി.എസ്. എന്ന ഭരണാധികാരി ആ കസേരയിലിരുന്ന് കാണിച്ചു തന്നത് അധികാരം എന്നത് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനും അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചകളില്ലാതെ പോരാടാനുമുള്ള ഉപാധിയാണെന്നാണ്. ആ കസേരയിലേക്ക് പുതിയൊരു ജനവിധിയുടെ കരുത്തുമായി കടന്നു വരുന്ന ശ്രീ വി.ഡി. സതീശന് ആ ദൗത്യം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തെ പക്വതയും ദീർഘവീക്ഷണവും കേരളത്തിന് പുതിയൊരു ദിശാബോധം നൽകട്ടെ. ഈ ചരിത്ര ദിനത്തിൽ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങൾക്കും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നവകേരളത്തിന്റെ പ്രയാണത്തിൽ ഈ ഭരണം ജനപക്ഷത്തുണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. നോക്കൂ, എത്ര പ്രതീക്ഷയോടുകൂടിയാണ് വി.ഡി. സതീശന്റെ ഭരണത്തെ പ്രതിപക്ഷം പോലും ഉറ്റുനോക്കി കാണുന്നത്, CPM പോലും ഉറ്റുനോക്കി കാണുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ വലിയ രീതിയിൽ, നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ വലിയ സപ്പോർട്ട് വി.ഡി. സതീശന് ലഭിക്കുന്നു എന്നത് ഇതുവരെ ആർക്കും കിട്ടാത്ത ഒന്നാണ്. അത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ മാന്യത കൂടിയാണ്. ഇവിടെ വി.ഡി. സതീശനെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയായി വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഭരിക്കുമെന്നും എങ്ങനെ ഭരിക്കണമെന്നും ഒക്കെ മറ്റുള്ള പാർട്ടിയിലെ നേതാക്കൾ അല്ലെങ്കിൽ നേതാക്കളുടെ മക്കൾ ഫേസ്ബുക്കിൽ എഴുതിയിടുന്നത് അത് ഒരു പോസിറ്റീവ് വൈബാണ് എന്ന് പറയാതെ വയ്യ. ഇനി ജോൺ ബ്രിട്ടാസ് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശ്രീ വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ മന്ത്രിമാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. കേരള ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റാൻ പുതിയ സർക്കാർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ. കഴിഞ്ഞ 10 വർഷം ശ്രീ പിണറായി വിജയൻ നയിച്ച ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ സമൂലമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സമാനതകളില്ലാത്ത വികസന ദൗത്യങ്ങളാണ് LDF സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. കേരളത്തെ ഇനിയും ബഹുദൂരം മുന്നോട്ട് നയിക്കാൻ പുതിയ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പുതിയ സർക്കാരിന്റെ ഏത് നടപടികളെയും പിന്തുണയ്ക്കുമെന്ന് അറിയിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഒരു MP പറയുന്നു, നിങ്ങൾ കേരളത്തിന് അനുകൂലമായ എന്തു സമീപനം സ്വീകരിച്ചാലും ഞങ്ങൾ അത് പാർലമെന്റിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിനോടൊപ്പം നിൽക്കുമെന്ന് പറയുന്നത് മാതൃകാപരമാണ്. നോക്കൂ, കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ കേരളത്തെ മുക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അങ്ങ് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഒരു സമരം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങിത്തിരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്ഷണിക്കുന്നുണ്ട്. അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന K. സുധാകരനെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അവർ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ലോകസഭയിലുള്ള അവരുടെ മുഴുവൻ MP-മാരോടും കേരളത്തിന് വേണ്ടി നിൽക്കണമെന്നും കേരളത്തിൽ നിന്നുള്ള UDF MP-മാരോട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും പിണറായി വിജയനും ഈ LDF-ന്റെ MP-മാരും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർ പങ്കെടുത്തില്ല. അവർ ബഹിഷ്കരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉടലെടുക്കാനോ അല്ലെങ്കിൽ കേരളത്തിനോടൊപ്പം നിൽക്കാനോ ഉള്ള ഒരു മനോഭാവം ഒരിക്കലും UDF MP-മാർ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ അധികാരത്തിൽ UDF വരുമ്പോൾ തന്നെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള MP-മാർ പറയുന്നു, ഞങ്ങൾ കേരളത്തിനൊപ്പം തന്നെയാണ്, കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഏത് വിഷയത്തിനും നമ്മൾ കൂടെ തന്നെ നിൽക്കും, കേരളത്തിന് വേണ്ടി പോരാടാൻ ഞങ്ങൾ മുൻപന്തിയിലുണ്ട്, നമ്മുടേതാണ് കേരളം, അവിടെ രാഷ്ട്രീയമില്ല എന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. ഇതൊരു രാഷ്ട്രീയ മാന്യതയാണ്. ഇത് UDF കാണിക്കാതെ പോയ ഒരു രാഷ്ട്രീയ മാന്യതയാണ്. അത് ഒക്കെ ഇവിടെ തിരുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് കാണിച്ചു തരികയാണ് LDF എന്നുള്ളതാണ്. മാത്രവുമല്ല, പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ
മുഖ്യമന്ത്രി വി ഡി സതീശനോട് പറയുന്നത്, നിങ്ങൾ ഭരിച്ചോളൂ, ഭംഗിയായി ഭരിച്ചോളൂ, പക്ഷേ നിങ്ങൾ പെൻഷൻ മുടക്കരുത്, നിങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ജനക്ഷേമ പദ്ധതികളും മുടക്കരുത്. കാരണം എന്തെന്നാൽ പെൻഷൻ മേടിക്കാൻ നിൽക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്, ഒന്നോ രണ്ടോ ആളുകളല്ല, 64 ലക്ഷം ആളുകളുണ്ട്. 64 ലക്ഷം ആളുകളുടെ കയ്യിലേക്കും പെൻഷൻ കിട്ടുമ്പോൾ ആ പെൻഷൻ തുക വെച്ച് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വി ഡി സതീശനെ പിണറായി വിജയൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതികൾ അതെല്ലാം നടപ്പിലാക്കുകയാണെങ്കിൽ ഈ കേരളം കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങളെ പറ്റി പിണറായി വിജയൻ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു ഒരു സപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഈ നിലപാടുകളിലൊക്കെ എന്തെങ്കിലും വ്യതിചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യതിചലനങ്ങളിൽ പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDF-നെ വിമർശിക്കാനും അവർ മാതൃകാപരമായിട്ടുള്ള അല്ലെങ്കിൽ അവർ വളരെ പക്വതയോട് കൂടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനേയും ഏതിനെയും വിമർശിക്കുന്ന ഒരു പ്രതിപക്ഷമായിരിക്കില്ല തങ്ങളെന്ന് എന്തായാലും പിണറായി വിജയൻ സൂചന നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്, അദ്ദേഹം കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. അതായത് സ്വാഭാവികമായും ഈ വിഷയങ്ങളിലൊക്കെ ഒരു പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് കാണിച്ചതുപോലുള്ള ഒരു സമീപനം വേണമെങ്കിൽ പിണറായി വിജയന് കാണിക്കാമായിരുന്നു. പക്ഷെ പിണറായി വിജയൻ അത് കാണിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കാണിക്കുന്ന മാന്യത അത് മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുന്നില്ല, വാർത്തയാക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഏറെ വേദനയോടെ തന്നെ പറയാതെ വയ്യ. ഇന്ന് പിണറായി വിജയൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതൊരു വലിയ വാർത്തയാണ്. എന്തെന്നാൽ 2021 മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇവരെല്ലാം അത് ബഹിഷ്കരിച്ചവരാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇവിടെ വലിയൊരു പിന്തുണ UDF അധികാരത്തിൽ വരുമ്പോൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം കേന്ദ്രത്തിൽ LDF-ന്റെ MP-മാർ ഒരു പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, അതായത് കേരളത്തിനോടൊപ്പമാണ് പ്രതിപക്ഷം എന്നുള്ളതാണ്. ഇത് UDF-നെ സംബന്ധിച്ച് ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ജനങ്ങൾ അത്രത്തോളം കാര്യമായി കാണുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ അവർ ഇറങ്ങും തെരുവുകളിൽ, അവർ സഭകളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തും. അവർ സഭയിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദമായി അവിടെ സർക്കാരിനെ അടിച്ചിരുത്തും എന്ന കാര്യത്തിൽ എന്തായാലും UDF-ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് UDF ഈ ഒരു പിന്തുണയെ ഒരുപക്ഷെ കാണുന്നത് വളരെ ഭയപ്പാടോടുകൂടി തന്നെയാകാം. ഒരു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എല്ലാം ബഹിഷ്കരിക്കുന്ന ഒരു പക്ഷമായിട്ടാണ്. കാരണം കഴിഞ്ഞ 10 വർഷം UDF-ൽ നിന്ന് ജനം കണ്ടത് അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്തെയാണ്. പക്ഷേ അതൊന്നുമല്ല പ്രതിപക്ഷം എന്ന് നമ്മളെ കാണിച്ചു വരികയാണ്. ഒരു മുഖ്യമന്ത്രി എങ്ങനെയാകണം എന്ന് പിണറായി വിജയൻ നമ്മളെ കാണിച്ചു തന്നു. ഒരു പ്രതിപക്ഷം എങ്ങനെയാകണം എന്ന് പിണറായിലൂടെ തന്നെ എന്തായാലും കാണിച്ചു തരുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പിണറായി വിജയനാണ് ഈ സഭയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ഫാക്ടർ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല രീതിയിൽ ശോഭിച്ച ഒരു വ്യക്തി, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഏതു രീതിയിൽ അദ്ദേഹം ഒരു സഭയിൽ തീയായി മാറും എന്ന് തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. പിണറായി വിജയന്റെ ഈ സഭയിലെ പെർഫോമൻസ് ആയിരിക്കും LDF-നെ അധികാരത്തിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടൽ, പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അതൊക്കെ ഏറെ നിർണായകമാണെന്ന് പറയാതെ വയ്യ. വി ഡി സതീശനും സംഘവും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് അവർ സർക്കാരിനെതിരെ എയ്ത അമ്പുകളൊക്കെ ഉൾട്ടയാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.